സൂപ്പർ പവർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കയും അവരുടെ വിശ്വസ്ത പങ്കാളിയായ ഇസ്രായേലും ഇത്രയും കാലം ഭയപ്പെട്ടിരുന്ന ആ മരണായുധം ഇറാൻ ഒടുവിൽ പുറത്തെടുത്തിരിക്കുകയാണ്. ലോകം ഇതുവരെ കേട്ടത് വെറും നുണകളായിരുന്നുവെന്നും ഒടുവിൽ അമേരിക്കയ്ക്ക് സത്യങ്ങൾ ഓരോന്നായി സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണെന്നും വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത്രയും കാലം അമേരിക്കയും ഇസ്രായേലും അതീവ രഹസ്യമായി ഭയപ്പെട്ടിരുന്ന ആ മാരകായുധം ഇറാൻ ഒടുവിൽ പുറത്തെടുത്തിരിക്കുന്നു. ആരും ഇതുവരെ അറിയാതിരുന്ന ആ ഞെട്ടിക്കുന്ന സത്യം ഇപ്പോൾ ലോകത്തിനു മുന്നിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ അന്തകനായി വിശേഷിപ്പിക്കപ്പെടുന്ന സീജിൽ മിസൈലുകൾ ഇറാൻ യുദ്ധഭൂമിയിൽ വിന്യസിച്ചു. ഇതിനോടകം 54 തരംഗങ്ങളായി നടന്ന അതിശക്തമായ ആക്രമണങ്ങൾക്കിടയിൽ ഇറാൻ ആദ്യമായി തങ്ങളുടെ ആയുധശേഖരത്തിലെ ഏറ്റവും വലിയ സീജിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏതാണ്ട് 1.5 ടണ്ണോളം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ മിസൈലുകൾ. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC ആണ് ഈ മിസൈൽ വിക്ഷേപിച്ച വിവരം ഔദ്യോഗികമായി അറിയിച്ചത്. സാധാരണ മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി സോളിഡ് ഫ്യൂവൽ അഥവാ ഖര ഇന്ധനം ഉപയോഗിക്കുന്നതാണ് സീജിലിനെ ഇത്രയും അപകടകാരിയാക്കുന്നത്. പഴയകാല മിസൈലുകളിൽ ഇന്ധനം നിറയ്ക്കാൻ മണിക്കൂറുകൾ ആവശ്യമായിരുന്നുവെങ്കിൽ സീജിൽ മിസൈലുകൾ മിനിറ്റുകൾക്കുള്ളിൽ വിക്ഷേപിക്കാൻ സാധിക്കും. ശത്രുക്കൾക്ക് മുന്നറിയിപ്പ് ലഭിക്കുന്നതിന് മുൻപ് തന്നെ ലക്ഷ്യസ്ഥാനത്ത് പതിക്കാൻ ഇതിന് കഴിയുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏതാണ്ട് 2000 മുതൽ 2500 കിലോമീറ്റർ വരെ ദൂരപരിധിയാണ് സീജിൽ മിസൈലുകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ മാത്രമല്ല സൗദി അറേബ്യ, തുർക്കി കൂടാതെ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും ഈ മിസൈലുകൾക്ക് നിഷ്പ്രയാസം തകർക്കാൻ സാധിക്കും. ഇതിനിടയിലാണ് ഇസ്രായേലിന്റെ പക്കൽ മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ഇന്റർസെപ്റ്റർ മിസൈലുകൾ തീർന്നുപോകുന്നു എന്ന ഗൗരവകരമായ വിവരം പുറത്തുവരുന്നത്. ഇസ്രായേലിന്റെ വിഖ്യാതമായ അയൺ ഡോമിന് പോലും ഇറാന്റെ ആക്രമണങ്ങൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇറാൻ നിരന്തരമായി തൊടുത്തുവിടുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. ഇറാന്റെ മിസൈൽ വർഷത്തെ തടയാൻ തങ്ങളുടെ പക്കൽ മരുന്നില്ലെന്ന് ഇസ്രായേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് രഹസ്യമായി സമ്മതിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാൻ പ്രയോഗിക്കുന്ന ക്ലസ്റ്റർ വാർ ഹെഡുകൾ ഇസ്രായേലിന്റെ മിസൈലുകളെ നിഷ്പ്രഭമാക്കുന്ന കാഴ്ചയാണ് പശ്ചിമേഷ്യയിൽ നടക്കുന്നത്. ഒരു മിസൈലിനുള്ളിൽ തന്നെ നിരവധി ചെറു ബോംബുകൾ നിറച്ചാണ് ഇറാൻ ഇപ്പോൾ വിക്ഷേപിക്കുന്നത്. ആകാശത്ത് വെച്ച് മിസൈൽ തകർത്താലും അതിൽ നിന്നുള്ള ഈ കുട്ടി ബോംബുകൾ ഇസ്രായേൽ നഗരങ്ങളിൽ നാശം വിതയ്ക്കുകയാണ്. ഒരു സാധാരണ മിസൈൽ തകർക്കാൻ ഒരു ഇന്റർസെപ്റ്റർ മതിയാകുമ്പോൾ ക്ലസ്റ്റർ ബോംബുകളെ തടയാൻ നിരവധി മിസൈലുകൾ ഉപയോഗിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് ഇസ്രായേൽ ഉള്ളത്. ഈ സാഹചര്യത്തിൽ ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്കയ്ക്ക് പോലും പരിമിതികളുണ്ട്. തങ്ങളുടെ സൈനിക താവളങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ ആയുധങ്ങളുണ്ടെന്ന് ട്രംപ് ഭരണകൂടം അവകാശപ്പെടുമ്പോഴും ഇസ്രായേലിന് എത്രത്തോളം സൈനിക സഹായം നൽകാൻ കഴിയുമെന്ന കാര്യത്തിൽ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അമേരിക്കൻ വൃത്തങ്ങൾ തന്നെ പുറത്തുവിടുന്ന വിവരങ്ങൾ പ്രകാരം ഇസ്രായേലിന്റെ പ്രതിരോധം കടുത്ത പ്രതിസന്ധിയിലാണ്. ഇതിനിടയിലാണ് ഇറാന്റെ എണ്ണ സംസ്കരണ ശാലകൾക്ക് നേരെ അമേരിക്ക തിരിച്ചടി നൽകിയതും യുദ്ധം കൂടുതൽ വഷളായതും. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ ഇടപെടലുകൾക്കുള്ള മറുപടിയായാണ് തങ്ങൾ എണ്ണ കേന്ദ്രങ്ങൾ തകർത്തതെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. യുദ്ധം ഒരു വഴിത്തിരിവിൽ എത്തിയിരിക്കുകയാണെന്നും ഇതൊരു നിർണായക നിമിഷമാണെന്നുമാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞത്. ഇറാന്റെ ഭീകര ഭരണകൂടത്തെ താഴെയിറക്കാൻ ഇറാനിലെ ജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. എന്നാൽ നിലവിലെ സാഹചര്യം പരിശോധിച്ചാൽ ഇസ്രായേലിന്റെ പ്രതിരോധം എത്ര കാലം കൂടി നിലനിൽക്കുമെന്നത് വലിയൊരു ചോദ്യമാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഈ യുദ്ധം അവസാനിക്കുന്നത് ഇസ്രായേലിന്റെ തകർച്ചയിലാണോ അതോ ഒരു 3ാം ലോക മഹായുദ്ധത്തിലാണോ എന്നതാണ്. സൂപ്പർ പവർ എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയുടെ പിൻബലമുണ്ടായിട്ടും ഇസ്രായേൽ ഇത്തരത്തിൽ വിയർക്കുന്നത് ഇറാന്റെ സൈനിക ശേഷി ലോകം വിലയിരുത്തിയതിലും എത്രയോ മുകളിലാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം ആധുനികമായ മിസൈലുകളും സാങ്കേതിക വിദ്യയുമാണ് ഇറാൻ ഈ യുദ്ധത്തിൽ പുറത്തെടുത്തിരിക്കുന്നത്. കേവലം ഡ്രോണുകൾ കൊണ്ട് തുടങ്ങിയ ആക്രമണങ്ങൾ ഇപ്പോൾ അത്യാധുനികമായ ബാലിസ്റ്റിക് മിസൈലുകളിലേക്ക് വരെ വളർന്നിട്ടുണ്ട്. ഇത് ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷയെ സാരമായി ബാധിച്ചു കഴിഞ്ഞു. ടെൽ-അവീവിനും പരിസര പ്രദേശങ്ങളിലും സൈനികർക്ക് പോലും സുരക്ഷിതമല്ലാത്ത അവസ്ഥയാണുള്ളത്. അമേരിക്കയുടെ ഇടപെടലുകൾ പശ്ചിമേഷ്യയിൽ സമാധാനത്തിന് പകരം അശാന്തിയാണ് പടർത്തുന്നതെന്ന് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത ഉപരോധങ്ങൾ ഇറാനെ തളർത്തുന്നതിന് പകരം അവരെ കൂടുതൽ ആക്രമണകാരികളാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇതിന്റെ ഫലമാണ് ഇപ്പോൾ സീജിൽ മിസൈലുകളായി ഇസ്രായേലിന് മേൽ പതിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്ന പല സത്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നു തുടങ്ങിയിരിക്കുന്നു.